ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. 1 kg ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മൾ പ്രത്യേകിച്ച് കണക്ക് പറയുന്നില്ല, പല ആളുകൾക്കും പല അളവാവും. പിന്നെ നമ്മൾ 250 ഗ്രാം വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 300 വരെ ആവാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് 30 ഗ്രാം വീതമാണ്. ഇഞ്ചി വെളുത്തുള്ളി 30, അങ്ങനെ 60 ഗ്രാമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ തക്കാളി നമ്മൾ 250 എടുക്കുമ്പോൾ തക്കാളി നമ്മൾ 1 kg ആകുമ്പോൾ 200 എടുത്താൽ മതി. പിന്നെ നമ്മൾ തൈര് കൂടുതൽ ചേർക്കുന്നവരാണെങ്കിൽ തക്കാളിയുടെ അളവ് 150 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി 200 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾക്ക് 1 kg ബിരിയാണിക്ക് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് അറിയൂല, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതും കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആർക്കും വളരെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം, എങ്കിലുള്ളൂ ഈ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് അതിൻ്റെ മുന്നേ നന്നായിട്ട് വാടി വരണം. വാടി വന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കനും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കന് ചേർത്ത് കൊടുത്തത് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതൊരു അടുപ്പത്ത് നിന്ന് ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു അടുപ്പിൽ നമ്മുടെ ചോറിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളമാണ്, അതിലോട്ട് നമ്മൾ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറുകപ്പട്ട, ഏലക്ക, അതേപോലെ തന്നെ ക്യാരറ്റ് ഇവെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഈ അരിക്കുള്ള ഉപ്പും കൂടി കണക്കാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടൊന്ന് നമ്മൾ വെന്ത് വരുമ്പോൾ ഈ അരി ഒന്ന് ഊറ്റിയെടുക്കുക. കൂടുതൽ വേവാൻ പാടില്ല, നമുക്ക് ദമ്മ് കിടന്നിട്ട് ഒന്നും കൂടി വേവാനുള്ളതുകൊണ്ട് നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞേക്കണേ നമ്മൾ നോക്കിയിട്ട് നമ്മളതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ മസാലയിലോട്ട് നമ്മൾ ഈ ചോറൊന്നും ഊറ്റിയിടുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലോട്ട് മുഴുവൻ ഊറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്ക, കറുകപ്പട്ട അതൊക്കെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ അതൊന്ന് ദമ്മിട്ട് മൂടുകയാണ്. അപ്പോൾ ദമ്മിട്ട് കുറച്ച് സമയം കിടക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിൽ അത്ര ടൈമൊന്നും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മളത് സേവ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you for watching.